काहे छेड़ छेड़ मोरे। कर पकड़त चूड़िया सब कर पकड़त चूड़िया सब कर ओ माई ओ പന്തുവരാളി എന്ന മാസ്മരികമായ രാഗത്തിൽ ശ്രീ ഇസ്മായിൽ ദർബാർജി സംഗീതം നൽകി കവിതാ കൃഷ്ണമൂർത്തിജി പാടിയ മനോഹരമായ ഈ ഗാനം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ സംഗീതം എന്ന ആ മഹത്തായ സിദ്ധി തന്നതിന് ഈശ്വരനോട് നന്ദി പറയല്ലാതെ വേറൊന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല. On that note, I would like to welcome all of you to another musical episode of Duet. Duetil ഇന്ന് എന്നോടൊപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട കണ്ണികളായ മ്യൂസിഷ്യൻസ് ഉണ്ട്. റാൽഫിൻ സ്റ്റീഫൻ ഓൺ പിയാനോ, സൗന്ദരരാജൻ മാസ്റ്റർ ഓൺ വീണ ആൻഡ് രാജേഷ് ഓൺ ഫ്ലൂട്ട്. ഒരുപാട് വർഷങ്ങളായി പിന്നണി ഗാനരംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതോടൊപ്പം തന്നെ എൻ്റെ വളരെ നല്ലൊരു സുഹൃത്തും കൂടിയാണ്. സന്തോഷത്തോടെ ഡ്യുവറ്റിൻ്റെ വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു പ്ലേബാക്ക് സിംഗർ ശ്രീ ബിജു നാരായണൻ. കുറേ സന്തോഷം ഇത് ചേട്ടനെ ഗസ്റ്റായിട്ട് ഡ്യുവറ്റിൽ കിട്ടിയത്. ഞാനിങ്ങനെ ആലോചിക്കുന്നത് നമ്മൾ കണ്ടിട്ട് കുറേ കാലമായല്ലോ എന്ന് അല്ലേ. നമ്മൾ ഏതോ സിനിമയിൽ പറയുന്ന എല്ലാത്തിനും തന്നെ സമയമുണ്ട് ദാസ എന്ന് പറയണ പോലെയാണ്. അല്ല ഞാനും എന്താ പറയുക വിചാരിക്കുകയായിരുന്നു. കാരണം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമ്മൾ പലപ്പോഴും ഈ ഡിഫറൻസ് പലപ്പോഴും സംസാരത്തിൽ മാത്രമേ പല കാര്യങ്ങളിലും പറയാറുള്ളൂ, തോന്നാറുള്ളൂ, വരാറുള്ളൂ. പക്ഷേ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക്കൽ ചാറ്റ് ഷോ തന്നെയാണ്. അതും എനിക്ക് ഇങ്ങനെ സംസാരിക്കാമെന്ന് അറിയില്ല. നമ്മൾ ഇത്ര അടുത്തുള്ള ആൾക്കാർ വളരെ ഫോർമാലിറ്റിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിംഗർ, നമ്മുടെ കൊളീഗ്, എൻ്റെ അടുത്ത സുഹൃത്തും ഒക്കെ ആയ കുടുംബ സുഹൃത്തൊക്കെ ആയ ജോത്സ്നയുടെ ഒരു ഷോ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഏതായാലും എന്നെ വിളിച്ചതിന് ഡ്യുവറ്റിന് എല്ലാവരോടും ജോത്സ്നയോടും മറ്റെല്ലാ അണിയറ പ്രവർത്തകരോടും ഞാൻ ആദ്യമേ, സാധാരണ അവസാനമാണ് നന്ദി പറയാറുള്ളത്, ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ്. മാത്രമല്ല ഈ ഷോവിൻ്റെ മറ്റൊരു മെയിൻ പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഓർക്കസ്ട്രയാണ്. കാരണം എല്ലാവരും ആരാണ് ഒന്നിനൊന്ന് മെച്ചമായിട്ട് നിൽക്കുന്ന പെർഫോമൻസാണ് കാണിക്കുന്നത്. ആരാണ് മെച്ചം എന്ന് പറയാൻ പറ്റില്ല. അത്ര നല്ലൊരു പെർഫോമൻസും നല്ലൊരു ക്രൂ ആണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ സക്സസ്. താങ്ക് യു സോ മച്ച്. വിജയനെ പോലുള്ള ഒരു സിംഗർ അങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും. ഇപ്പം വിജയൻ്റെ ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാൻ കൂടുതൽ താല്പര്യം ചേട്ടൻ്റെ സംഗീത പാരമ്പര്യം എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതാണ്. മ്യൂസിക്കുമായിട്ടുള്ള ബന്ധം എന്ന് പറയുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ആണ് അവിടെ തുടങ്ങുന്നത്, മ്യൂസിക് തുടങ്ങുന്നത്. കാരണം എൻ്റെ അമ്മ നന്നായിട്ട് പാട്ട്
പാടുമായിരുന്നു. പക്ഷെ അങ്ങനെ വലിയൊരു പെർഫോമൻസിലോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. അമ്മ കല്യാണം കഴിഞ്ഞ കുറേ വർഷം ചെന്നൈയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെറിയ ഒരു ക്ലബിൻ്റെ ഒക്കെ ചില പരിപാടികളൊക്കെ ആയിട്ട്, അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ പോലെ ഗാനമേളകളിലൊന്നും അമ്മ സജീവമായിരുന്നില്ല. പക്ഷേ ആ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് ആയിരിക്കും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്കെന്ന് പറയുകയാണെങ്കിൽ എന്നെക്കാളും എൻ്റെ വീട്ടിൽ ആദ്യം പാട്ട് തുടങ്ങിയത് എൻ്റെ സിസ്റ്ററാണ്, മൂത്ത സിസ്റ്റർ ഉമ്മ ചേച്ചിയാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഫഷണൽ സിംഗർ. ചേച്ചിയാണ് ശരിക്കും ഇൻസ്പിറേഷൻ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ചേച്ചി തുടങ്ങി വെച്ചത് ഞാനിങ്ങനെ കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. ചേച്ചി പാട്ട് പഠിപ്പിക്കാനായിട്ട് സാറ് വരുന്ന സമയത്ത്, സാറ് വരുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒളിച്ചിരുന്ന് അത് കേട്ട്, അങ്ങനെയാണ് എൻ്റെ ബിഗിനിങ് സമയം ഈ പാട്ട് രംഗത്ത്. അപ്പോൾ ക്ലാസിക്കൽ ചെറിയ ചെറിയ ലെസൺസൊക്കെ ഇങ്ങനെ അത് കേട്ട്, അപ്പോൾ സാറ് പോയിട്ട് അത് ഞാനത് നോക്കും, പാടി നോക്കും, അല്ലെങ്കിൽ അമ്മ പറഞ്ഞു തരും. അമ്മയ്ക്ക് അറിയാമല്ലോ അത്യാവശ്യം. അപ്പം അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ടിങ്. പിന്നെ എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ എന്തുകൊണ്ട് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു പഠനം സംഗീത രംഗത്ത് ഉണ്ടായില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ, പഠിത്തത്തിൽ വളരെ സ്ട്രിക്റ്റ് ആവണം 10th വരെയെങ്കിലും, അല്ലെങ്കിൽ ഇതിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉഴപ്പി പോവോ, പഠിത്തം താറുമാറാവുമോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കും. ഞാനിങ്ങനെ ചേട്ടൻ സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കാണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പാടുന്നതെന്നാണ് ഞാൻ, അത് പെട്ടെന്ന് ഉണ്ടായിട്ടില്ലേ? വളരെ ആത്മാർത്ഥമായിട്ട് വന്ന ചോദ്യമാണ് ശരിക്കും. ഇല്ലില്ല, കാരണം ഞാൻ ശരിക്കും ഒരു ക്ലാസിക്കൽ സീരിയസ് ആയിട്ടൊരു പഠനം 10th കഴിഞ്ഞിട്ടാണ്, പ്രീ ഡിഗ്രി മുതലാണ്. പ്രീ ഡിഗ്രി കയറിയപ്പോൾ ഞാൻ MG യൂണിവേഴ്സിറ്റി ആയിരുന്നു, മഹാരാജാസ് കോളേജ് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. പക്ഷേ അവിടെ വെച്ച് ലളിതഗാനത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, 3rd പ്രൈസ് കിട്ടി. അങ്ങനെ പിന്നെ 2nd കിട്ടി, ഡിഗ്രി പഠിക്കുമ്പോൾ 1st കിട്ടി. അങ്ങനെ എല്ലാം ഇങ്ങനെ വളരെ ഗ്രാജുവലിയാണ്, അല്ല പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്ന് പാടിയതല്ല. എല്ലാം റീവൺ റെക്കോർഡിംഗ് ആണെങ്കിലും ആ സമയത്ത് തന്നെ ഞാൻ ട്രാക്കൊക്കെ പാടി തുടങ്ങിയിരുന്നു. 90-ന് മുമ്പായിട്ടൊക്കെ തന്നെ എൻ്റെ ഈ റെക്കോർഡിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ട്രാക്കൊക്കെ പാടി, പിന്നെ 1-2 പാട്ടുകളൊക്കെ, ഒരു 10 പാട്ട് ട്രാക്ക് പാടുമ്പോൾ ഒരു പാട്ടൊക്കെ സ്ട്രെയിറ്റ് പാടാൻ ഇങ്ങനെ ഒരു ചാൻസ് തരും. അപ്പോൾ അങ്ങനെയാണ് പിന്നെ കാസറ്റ് ഫീൽഡിൽ വരുന്നത്. പിന്നീട് സിനിമയിലോട്ട് വരുന്നത് 92 സമയങ്ങളിലാണ്. കാരണം 90കളുടെ ആദ്യം ഞാൻ ജോണി സാഗരിക എന്ന പ്രൊഡ്യൂസറെ പരിചയപ്പെടുകയും, അതിൻ്റെ കാരണം ശ്രീ TS രാധാകൃഷ്ണജി എന്നുള്ള ഹിന്ദു ഡിവോഷനിലെ ഒരു കിങ് ഉണ്ട് മ്യൂസിക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാംസിനൊക്കെ ഒരുപാട് പാടുമായിരുന്നു, ചില ഭജൻസ് കാസറ്റിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ജോണി ചേട്ടനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അപ്പോൾ ബിജുവിനെ വെച്ചൊരു ആൽബം ഇറക്കിക്കൂടെ എന്ന് ചോദിക്കുകയും, അപ്പോൾ ജോണി ചേട്ടൻ എന്നെ വെച്ചൊരു 10 പാട്ട്, ഞാൻ മാത്രമായിട്ടുള്ളൊരു അയ്യപ്പൻ ആൽബം ഇറക്കുന്നത് 92 സമയത്ത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജോണി ചേട്ടൻ ഫിലിമിൻ്റെ ഒരു ഓഡിയോ റൈറ്റ് കിട്ടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അദ്ദേഹം വെങ്കലം എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടുകാരനായ പ്രൊഡ്യൂസറുണ്ട്, ബാബു ചേട്ടൻ, ചേർത്തലയിലുള്ളൊരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ വെങ്കലം സിനിമൻ്റെ ഓഡിയോ റൈറ്റ് എടുക്കുകയും, അപ്പോൾ അദ്ദേഹം എനിക്ക് ജോണി ചേട്ടനെ ഞാനുമായിട്ട് പരിചയമുള്ളതുകൊണ്ട് അതിൽ 10 വെളുപ്പിന് എന്നുള്ള ചിത്രചേച്ചി പാടിയ പാട്ട് ഒരു ഫില്ലറായിട്ട് കാസറ്റിൽ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ജോണി ചേട്ടനപ്പോൾ എൻ്റെ പരിചയം വെച്ച് വേറെ ആരും നോക്കിയില്ല. അപ്പോൾ ചെന്നൈയിൽ വേറെ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. അപ്പോൾ ജോണി ചേട്ടൻ പറഞ്ഞു നമുക്ക് ബിജുവിനെ കൊണ്ട് പാടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട്, അത് ജോണി ചേട്ടൻ എടുത്ത തീരുമാനം. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്ററിന് അറിയില്ല, ഡയറക്ടർ ഭരതേട്ടൻ അറിയില്ല, ലിറിസിസ്റ്റ് P ഭാസ്കർ മാഷിന് അറിയില്ല. അപ്പോൾ ജോണി ചേട്ടൻ പറഞ്ഞു, ജോണി ചേട്ടന് തോന്നി ഇത് ബിജുവിനെ കൊണ്ട് പാടിപ്പിക്കാം എന്ന് വെച്ചിട്ട് ജോണി ചേട്ടനും ഞാനും കൂടി ചെന്നൈ പോവാണ്. എൻ്റെ ഫസ്റ്റ് ചെന്നൈ യാത്രയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ പുലി രവീന്ദ്രൻ മാസ്റ്റർ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ അടുത്ത് വീട്ടിൽ ഒരു ദിവസം രാവിലെ ഞങ്ങൾ ചെല്ലുകയാണ്, ഞാനും ജോണി ചേട്ടനും കൂടി സാലിഗ്രാമത്തിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ജോണി ചേട്ടൻ വീട്ടിൽ ഇങ്ങനെ കയറി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇത് ബിജു നാരായണൻ എന്ന് പറഞ്ഞ പുതിയ സിംഗറാണ് എന്ന് പറയുമ്പോൾ ഓക്കെ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഭയങ്കര മൂളലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് പിന്നെ അറിയാം. ഈവൻ നമ്മുടെ അമരം ഫിലിമിൻ്റെ സെലിബ്രേഷൻ, ഈ 100 ഡേയുടെ സെലിബ്രേഷന് പാട്ട് പാടിയതല്ലേ? അപ്പോൾ പറഞ്ഞു അതെ. അപ്പോൾ അതിൽ നീ അഴകെ എന്നുള്ള പാട്ട് നീ പാടി അല്ലേ? അപ്പോൾ തന്നെ നമ്മൾ ഇതായി. പിന്നെ വേറെ 1-2 പാട്ടൊക്കെ പുള്ളി പറഞ്ഞു. നീ അന്നിട്ട ഡ്രസ്സ് ഒരു വെള്ള ജുബ്ബയായിരുന്നു.
അപ്പൊ തന്നെ അപ്പൊ ഞാൻ ഈ മറ്റേ ആദ്യത്തെ മറ്റേ അയ്യപ്പൻ കാസറ്റ് ഉണ്ടല്ലോ, ഒന്നാം തിരുപ്പടി എന്നുള്ള അയ്യപ്പൻ കാസറ്റ് ഒക്കെ ഇങ്ങനെ കൈവശം വെച്ചിട്ടാണ് പോകുന്നത്. കാരണം നമ്മുടെ പാട്ട് എന്താണെന്ന് പുള്ളി മാഷിനെ അറിയിപ്പിക്കണമല്ലോ. അപ്പൊ മാഷ കാസറ്റ് മേടിച്ചിട്ട് സൈഡിലോട്ട് വെച്ചു. ഇതൊന്നും എനിക്ക് കേൾക്കണ്ട, ഇവൻ നന്നായിട്ട് പാടും, എനിക്കറിയാം. എന്നിട്ട് അവിടെ വെച്ച് മാഷ് SP ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ സ്റ്റുഡിയോ ഉണ്ട് കോതണ്ടപാണി, അവിടെ വിളിച്ച് പറയാണ് നാളെ രാവിലെ. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ രാവിലെ 9 മണിക്ക് SP സാറ് പാടാൻ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചില ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ 6-7 പാട്ടൊക്കെ ഒറ്റയടിക്ക് പാടിയിട്ട് അങ്ങ് പോകും, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ 9 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചവരെയൊക്കെ റെക്കോർഡിംഗ് ആയിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മാഷ് പറഞ്ഞൊരു കാര്യം ചെയ്യുക, ബിഫോർ 9 ഒരു 8 o'clock ബുക്ക് ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് 8 തൊട്ട് മാക്സിമം 9 മണി വരെ അതിനുള്ളിൽ പാടി തീർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം മാഷേ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കോതണ്ടപാണി സ്റ്റുഡിയോയിൽ പോയിട്ട്, അപ്പോൾ ഞാൻ ഈ ട്രെയിൻ യാത്രാ സമയത്ത് ഈ ചിത്ര ചേച്ചിയുടെ ഈ വേർഷൻ ഒരുപാട് കേട്ട് ഓൾമോസ്റ്റ് സോങ് ബൈ ഹാർട്ടായി, മനസ്സിലായില്ലേ? 10 വെളുപ്പിന് നല്ല പാട്ട് ഏത് ഉറക്കത്തിന് വിളിച്ച് ചോദിച്ചാലും പാടാൻ പറ്റുന്ന അവസ്ഥയായി. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ അതൊരു 20 minutes കൊണ്ട് പാടി തീർത്തു. പിന്നെ മാഷും എനിക്ക് തോന്നുന്നു അതൊരു ഫില്ലർ സോങ് ആയിട്ട് വരുന്നതല്ലേ, മാഷ് അത്ര അതങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊന്നും നോക്കിയില്ല. അതാണ് എൻ്റെ ഫസ്റ്റ് ചെന്നൈ എക്സ്പീരിയൻസ്, ഫിലിം എക്സ്പീരിയൻസ്, എന്താ പറയുക, പ്ലേബാക്ക്. ചേട്ടൻ്റെ ഐഡന്റിറ്റി ആയിട്ടുള്ള ആ പാട്ട് വെച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. പത്തു വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. പത്തു വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് പാലൂട്ട്. വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് പാലൂട്ട്. വള്ളുവ നാട്ടിലെ വള്ളുവ നാട്ടിലെ വള്ളുവ നാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടിക്കോട്ടെന്ന കല്യാണം. പത്തു വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ബ്യൂട്ടിഫുൾ വിജേട്ടാ. താങ്ക് യു.